എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനി ജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ദേവേനി ജയനോട് പറഞ്ഞു, അല്ല ജയേട്ടാ, അച്ഛനും അമ്മ ഇത് എന്ത് പരിപാടിയെ കാണിച്ചേ? ഇത്തിരി സ്വർണ്ണമൊന്നും അല്ലല്ലോ, എന്തുമാത്രം സ്വർണം അത് അത് നയനയ്ക്ക് വേണ്ട കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അച്ഛനും അമ്മയ്ക്കെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, നീ എന്താ ദേവേനി ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? നിന്റെ മരുമോളല്ലേ അവള്? മരുമോളാണ് പോലും. ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, അവൾ ഒരിക്കലും സ്വത്തിനോ പണത്തിനോ വേണ്ടി ആക്രാന്തം കാണിച്ചിട്ടില്ല. അവൾക്ക് അതിനോടൊട്ട് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ അച്ഛനും അമ്മയ്ക്കും നന്നായിട്ടറിയാം. ഓ പിന്നെ അറിയാൻ പോലും, എന്നിട്ടാണോ അനാമിക മോൾക്ക് പോലും കൊടുക്കാതെ കൊണ്ടേ കൊടുത്തേന്ന് ചോദിക്കാം. അത് അവരുടെ നല്ല മനസ്സുകൊണ്ട് അവര് ചെയ്തേ, അതിനുള്ള അർഹത അവൾക്കുള്ളത് കൊണ്ടാന്ന് പറയാ. ഇതേ ജയേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഡോക്ടർ എന്താ പറഞ്ഞ? എനിക്ക് അധികം സ്ട്രെസ് തരില്ലെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ജയേട്ടൻ ഇപ്പൊ എന്താ കാണിക്കണേ? ഓ, ചേട്ടനിപ്പം എപ്പൊ നോക്കിയാൽ അവളെ പൊഴുത്തി പറയാനോ സമയമുള്ളൂ, എന്നിട്ട് എന്റെ മനസ്സിനെ വേദനിപ്പിക്കാനായിട്ട്. അത് പിന്നെ നീ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, അതിന് ഞാൻ മറുപടി പറയണേ. അങ്ങനെ നിന്റെ മനസ്സ് വേദനിക്കാതിരിക്കണമെങ്കിൽ നീ തന്നെ തീരുമാനിക്കണം. ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുതെന്ന് പറയാണ്. അപ്പോഴേക്കുമാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ ദേവേനോട് ചോദിച്ചു, എന്തു പറ്റി? മുഖത്ത് നല്ല കട്ടക്കലിപ്പാണോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, ദേവേനക്ക് ഇത്തിരി സ്ട്രെസ് കൂടാലാന്ന് പറയണ. അതെ, പോകുന്നതിന് മുമ്പ് സൈക്കാട്രിസ്റ്റിന്റെ ഉപദേശം തേട്ട് വേണം പോകാനെന്ന് പറയാ. ജയൻ പറഞ്ഞു, ഓക്കെ ഡോക്ടർ എന്ന് പറയാണ്. ഈ സമയം ദേവേന് പറഞ്ഞു, അത് ഡോക്ടറെ, എനിക്ക് ഈ സ്ട്രെസ് കൂടുന്ന എന്റെ മരുമോളുടെ കാര്യം പറയുമ്പോഴാണ്. അത് എത്ര വട്ടം ഞാൻ ജയേട്ടനോട് പറയില്ലെന്ന് പറഞ്ഞാലും അവളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, മരുമോൾക്ക് എന്താ കുഴപ്പം? അവള് നല്ല കുട്ടിയല്ലേ. ഇതുപോലെ ഒരു മരുമോളെ കിട്ടാനായിട്ട് ദേവേനി പുണ്യം ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ടൻ ദേവേനി പറഞ്ഞു, ഓഹോ, ഇപ്പൊ ഡോക്ടറും അങ്ങനെ തന്നെയാണോ പറയണേ? ജയൻ പറഞ്ഞു, ഡോക്ടർ അങ്ങനെയൊന്നും പറയല്ല, അവൾക്ക് ഇനി സ്ട്രെസ് കൂടുമെന്ന് പറയാം. ഡോക്ടർ പറഞ്ഞു, അതെ, നല്ല കാര്യം പറയുമ്പോ സ്ട്രെസ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. മൂർത്തി സാർ വരെ അംഗീകരിച്ച മരുമോളാണ്, അറിയാലോ. മൂർത്തി സാറിന്റെ പ്രഭാഷണമൊക്കെ കുറെ ഞാൻ കേട്ടിട്ടുണ്ട്. ലയൺസ് ക്ലബിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കേട്ടിരുന്നു പോകും. അങ്ങനെ ഒരു സാറിന്റെ അതെ മരുമക്കളാണ് നിങ്ങളൊക്കെ. അപ്പൊ ആ സാറിന്റെ ആ വീട്ടില് അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ അല്ലേ നടക്കുള്ളൂ ആ സാറിന്റെ നിയന്ത്രണത്തില് നടക്കുന്ന വീട്ടില്. അപ്പൊ ആ രീതി വേണ്ടേ മുന്നോട്ട് പോകാനായിട്ട്. അല്ലാതെ നമ്മള് മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മനസ്സിനെ വേദനിപ്പിക്കുകയല്ല ചെയ്യണ്ടേ. നമ്മുടെ മനസ്സ് നമ്മൾ വേണം നന്നാക്കി എടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ചെറുതായിട്ടൊരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ദേവേനിക്കൊന്നും തോന്നിയില്ല. പോത്തിന് ചെവി വേദ പോകുന്ന പോലെ ദേവേനി ചുമ്മാ കേട്ടിരുന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു, അത് ശരി, അപ്പൊ ഞാൻ അങ്ങോട്ട് പോയേക്കും, അറിയാലോ. ഇനി പോകുന്നതിന് മുമ്പ് ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇനിയിപ്പോ കുഴപ്പമില്ല, അപ്പൊ അതൊക്കെ എഴുന്നേറ്റ് പിച്ച വെച്ച് നടക്കാന്ന് പറയാം. ഇനിയിപ്പോ ഡിസ്ചാർജ് ആവും, അപ്പത്തേനും പതുക്കെ നടന്നു നോക്കിയിട്ടൊക്കെ വേണം വീട്ടിലേക്ക് പോകാനെന്ന് പറയാം. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഡോക്ടർ പോയി കഴിയുമ്പോഴത്തേനും ദേവേനെ പതുക്കെ കയ്യെ പിടിച്ച് ജയൻ എഴുന്നേൽപ്പിക്കുകയാണ്. ആ സമയത്ത് നയനയും നന്ദു കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തുവാണ്. അങ്ങനെ രണ്ടു വശത്തും രണ്ടുപേരും നടക്കുവാണ്. ശരിക്കും അങ്ങോട്ട് പെട്ടെന്ന് നടക്കാനൊന്നും പറ്റില്ല, വേദനയുണ്ട്. പതുക്കെ പതുക്കെ പിച്ച വെച്ച് പോലെ നടക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ. ഈ സമയം മുത്തശ്ശിയുടെ അടുത്തേക്ക് നവ്യ ചെല്ലുവാണ്. നവ്യ എന്നിട്ട് പറഞ്ഞു, അതെ മുത്തശ്ശി, ഞാൻ അമ്മായിക്ക് വേണ്ടിയിട്ട് ഒരു നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു പറയണേ. എന്ത് നേർച്ച? അത് പിന്നെ ഞാൻ അഭിനെ കൊണ്ട് ശയനപ്രദക്ഷിണം നടത്തിച്ചേക്കാന്ന്. ശയനപ്രദക്ഷിണോ? അതെ, കാരണം അമ്മായിക്ക് വയ്യാതെ വന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പോരാത്തിന് ഞാൻ ഗർഭിണിയും കൂടെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അഭിനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചേക്കാന്നൊരു നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ടോണ്ടാണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജ, ഓഹോ, അപ്പൊ നീ എന്റെ മോനെ കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യാൻ തീരുമാനിപ്പിച്ചില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, അതിനെന്താ കുഴപ്പം? അവൻ ശയനപ്രദക്ഷിണം ചെയ്താൽ എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കുക. ഇതൊക്കെ ഇവളുടെ കുരുട്ടുബുദ്ധിയല്ലേ അമ്മേ, അതിന് വേണാഞ്ഞിട്ട് ചെയ്യുന്നൊന്നും അല്ലല്ലോ. എന്റെ മോനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടാൽ നവ്യ പറഞ്ഞു, അതിന്റെ കാര്യമൊന്നും എനിക്കില്ല. എന്താണെന്നറിയാവോ, എനിക്ക് നിങ്ങളെ നല്ല സംശയമുണ്ട്. അന്ന് പാലിനകത്ത് നിങ്ങളും നിങ്ങളുടെ മോനൊക്കെ ചേർന്നിട്ടാണോ ആ വിഷം കലർത്തിയെന്ന്? അതുകൊണ്ടാണോ ഇനി അമ്മായിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്? അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പേടി, ഇനിയിപ്പൊ അത് എന്റെ കുഞ്ഞിനെ അങ്ങനെ ബാധിച്ചാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അങ്ങനെ ഒരു ശയനപ്രദക്ഷിണം ചെയ്തേക്കാൻ നേർച്ച നേർന്നേന്ന് പറയാം. ഇത് കേട്ടപ്പം അവൾക്ക് അങ്ങ് സഹിച്ചില്ല ജലജയ്ക്ക്. ജലജ പറഞ്ഞു, നീ എന്താ പറഞ്ഞേ? ഞാനും എന്റെ മോനും കൂടെയാന്നോ? അതെ, ഞാനും എന്റെ മോനും ഒന്നും അല്ല. നിന്നോട് ശത്രുതയുള്ള വേറെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിലും സ്വന്തം പേരക്കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഒരമ്മ കൂട്ടു നിൽക്കോ? ഒരിക്കലും ഇല്ല. ഒരു ഭർത്താവ് തന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുവോ? അതുമില്ല. പിന്നെ ഇവിടെ നിന്നോട് ശത്രുതയുള്ള ആരാ? അനാമികയല്ലേ? അവളോട് ചെന്ന് ചോദിക്കുക, അല്ലാതെ ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, നമുക്കറിയാം
വഴിയെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളെന്ന് പറയണം. ജലജ പറഞ്ഞു, നീ ഇവിടെ ആലോചിച്ചോണ്ടിരുന്നോടിയെന്നും പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം മുത്തശ്ശി പറഞ്ഞു, മോൾ അന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണം. ഇല്ല മുത്തശ്ശി, ഞാൻ അന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്ന് പറയാം. അല്ല, നയനമോളെ വിളിക്കാൻ മറ്റേ ചെയ്തായിരുന്നു ചോദിക്കുക. വിളിച്ചായിരുന്നു മുത്തശ്ശി, കുറച്ചു മുമ്പ് വിളിച്ചിട്ട് വെച്ചോളെന്ന് പറയും. പാവം മോള്. ഇത് കേട്ടതും നവ്യ പറഞ്ഞു, അതെ, എന്റെ അനിയത്തി ആയതുകൊണ്ട് പറയല്ല, എനിക്ക് അവളുടെ 7 അയലക്കത്ത് എത്താനുള്ള യോഗ്യത പോലും ഇല്ല. അവൾ അത്ര പെർഫെക്റ്റാ കാര്യങ്ങളൊക്കെ. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, അവൾക്ക് എത്ര കൊടുത്താലും മതിയാവില്ല നയനമോൾക്ക്. അവൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇപ്പൊ ദേവേനി ജീവനോടെ ഇരിക്കണേന്ന് പറയണം. നയന പറഞ്ഞു, അത് ശരിയാ, പക്ഷെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവൾക്ക് ഈ വീട്ടില് ഇതുവരെയായിട്ടും അവളുടെ അമ്മായിയും ഒരു സ്ഥാനം കൊടുത്തിട്ടില്ലോ മുത്തശ്ശി എന്ന് പറയാ. അത് ശരിയാ, എല്ലാം ശരിയാകും നവ്യമോളെ, അധികം വൈകാതെ തന്നെ അവള് വീട്ടിലേക്കൊന്ന് വന്നോട്ടെ, വന്നു കഴിയുമ്പത്തേനും എല്ലാം ശരിയാവും എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുക. ഈ സമയം ജലജ നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അബിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടാ അബി, നിനക്ക് വേണ്ടിയിട്ട് നമ്മള് നവ്യ ഒരു നേർച്ച കളഞ്ഞിട്ടുണ്ടെന്ന് പറയണം. നേർച്ച എന്തെന്ന് വെച്ചാ, നിന്നെ കൂടെ ശയനപ്രദക്ഷിണം ചെയ്യിച്ചേക്കാന്ന്. ശയനപ്രദക്ഷിണം? ഞാനെന്തിനാ ശയനപ്രദക്ഷിണം ചെയ്യിക്കുന്നേ? എടാ, നിന്റെ വെല്ലുമ്മയ്ക്ക് വേണ്ട അവള് നേർന്നാണ്. വെല്ലുമ്മയ്ക്ക് അസുഖം വന്നു കഴിഞ്ഞപ്പത്തേനും, എന്നാ പിന്നെ അവൾക്ക് തന്നെ അങ്ങോട്ട് ചെയ്തുകൂടെ? എടാ, ഇങ്ങനൊന്നും പറയില്ല, ആരെങ്കിലും കേട്ടാലോ. ഈ സമയം നമ്മൾ മാക്സിമം വിനിയോഗിക്കണം എന്ന് പറയാ. എന്റെ അമ്മേ, ശയനപ്രദക്ഷിണം ചെയ്യാനൊന്നും എന്നെ കിട്ടത്തൊന്നുമില്ല. പിന്നെ നാലോടെ കിടന്ന് ഉരുണ്ട് ദേഹമൊക്കെ നല്ല വേദന ഉണ്ടാവുമെന്ന് പറയും. എടാ, നമ്മൾ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കണം. നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾ അതിബുദ്ധിമതിയാന്നുള്ള കാര്യം അറിയാലോ. അവളുടെ വീട്ടിലും ഒന്നുമില്ല, ഒരു ദരിദ്രവാസ കുടുംബത്തിൽ നിന്നല്ല നീ പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ. അപ്പൊ ഇടയ്ക്ക് ശയനപ്രദക്ഷിണം ഒക്കെ നടത്തുന്നത് നല്ലതാന്ന് പറയാണ്. നല്ലതാന്നോ? അതെ. എന്താണ് ഇനി ഇപ്പൊ നിന്റെ ഭാര്യ വീട്ടിൽ നിനക്കൊന്നും കിട്ടപ്പോരില്ല. അപ്പൊ നീ ശയനപ്രദക്ഷിണം നടത്തി കുറച്ച് കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്നല്ല 3 വട്ടം ശയനപ്രദക്ഷിണം നടത്തണമെന്ന് പറയണം. 3 വട്ടം? അതെന്തിനാ? എടാ, അതൊക്കെ ഉണ്ട്. ഒന്നാമത്തെ ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ നീ പ്രാർത്ഥിക്കേണ്ട എന്താണെന്നറിയാവോ? നിന്റെ നിന്റെ വെല്ലുമ്മയ്ക്ക് വേണ്ടിയിട്ടാ. വെല്ലുമ്മയ്ക്ക് വേണ്ടി നല്ലത് പറഞ്ഞെന്ന് പറഞ്ഞല്ല പ്രാർത്ഥിക്കണ്ടേ. എന്നെ കുറെ കണ്ണീര് കുടിപ്പിച്ചവളാ അവൾ ഇവിടെ എടുത്ത്. അപ്പൊ അവൾ നശിച്ചു പോണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവളുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണെന്നറിയാവോ? നിന്റെ ഭാര്യ എന്ന് പറയുന്നവളുണ്ടല്ലോ, ആ നവ്യ ഇവിടുന്ന് പോണം. നവ്യനെ ഇവിടുന്ന് അടിച്ചിറക്കാൻ പറ്റണമെന്ന് വിചാരിച്ചു വേണം രണ്ടാമത്തെ ശയനപ്രദക്ഷിണം. മൂന്നാമത്തെ ശയനപ്രദക്ഷിണം, നവ്യ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞ ശേഷം നിനക്ക് നല്ലൊരു തറവാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കുറെ ഒരു പണമുള്ളൊരു വീട്ടിൽ നിന്ന് ഒരു പണക്കാരി പെണ്ണിനെ തന്നെ നിനക്ക് കിട്ടണമെന്ന്. അതായിരിക്കണം നിന്റെ 3ാമത്തെ പ്രാർത്ഥന എന്ന് പറയാം. ഇത് കേട്ടതും അഭി പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാം, പക്ഷെ അതും കൂടെ ഗുണം ഉണ്ടാവുമെന്ന് ചോദിക്കും. പിന്നെ ഉണ്ടാവാതിരിക്കുവോ? നമ്മളെ മനമൊരി അങ്ങോട്ട് ദൈവത്തെ വിളിച്ചാൽ മതി, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഭഗവാൻ കേൾക്കുന്നേ. ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു, അങ്ങനെയാണെ കുഴപ്പമില്ല. ആ മരാമത്ത് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാണെങ്കിൽ എനിക്ക് ഏറ്റവും സമാധാനം അതായിരിക്കും. എങ്ങനെയെങ്കിലും അവള് ജീവിതത്തിൽ നിന്ന് പോവാണെങ്കിൽ വേറെ പെണ്ണിനെ കിട്ടി നല്ല സുഖമായിട്ട് ജീവിക്കാന്ന് പറയണം. അതൊക്കെ നടക്കൂടാ മോനെ, നിനക്ക് ശുക്രൻ ഉദിക്കുന്ന സമയം വരുമെന്ന് പറയണം. പിന്നീട് അങ്ങനെ ശയനപ്രദക്ഷിണം നടത്താനായിട്ട് അഭി പോവാണ്. അപ്പൊ എല്ലാരും കൂടെ ക്ഷേത്രത്തിൽ പോണ സമയത്താണ് അഭി ശയനപ്രദക്ഷിണം നടത്തുന്നത്. അങ്ങനെ ശയനപ്രദക്ഷിണം ഒക്കെ നടത്തി പ്രസാദം ഒക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയം ജലജ നേരെ ദേവേനെ കാണാൻ ചെല്ലുവാണ്. ദേവേനെ കണ്ടു പറഞ്ഞു, അല്ല ഇനിയിപ്പം ഏട്ടത്തിക്ക് എന്റെ മോനോടും എന്നോടൊക്കെ ഭയങ്കര ശത്രുതയാണല്ലോ എന്ന് പറയണം. ശത്രുത എന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ പറയുക ചെയ്തേ, ഇത്രയും നാളും വീട്ടിലായിരുന്ന സമയത്തും ഞങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട് ഏടത്തിക്ക് ഭയങ്കര മിടുക്കായിരുന്നല്ലോ. പക്ഷെ എന്റെ മോനൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ. അഭിമോന് എന്തൊക്കെ കുറ്റങ്ങൾ എന്റെ അഭിമോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് പോലും അതൊന്നും മനസ്സിൽ വെക്കാതെയല്ലേ വെല്ലുമ്മയ്ക്ക് വയ്യാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവന് നേർന്ന് ശയനപ്രദക്ഷിണം നടത്തിയത് 1 അല്ല 3 വട്ടമാന്ന് പറയാണ്. ഇത് കേട്ടതും ദേവേനെ പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയല്ലേ ജലജയെന്ന് പറയാ. കള്ളത്തരം പറയാന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൽ തിരുമേനിയും വിളിച്ചു നോക്ക്. തിരുമേനി പറഞ്ഞു ഞാൻ കള്ളമാണോ പറഞ്ഞേന്ന്. പോരാത്തന് ദേ ഏടത്തിയുടെ പേരിൽ അർച്ചന നടത്തിയിട്ട് അവൻ ഈ ശയനപ്രദക്ഷിണം നടത്തിയെന്ന് പറയാം. ഇത് കേട്ടൻ ദേവേന് പറഞ്ഞു, അവനെങ്കിലും എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായല്ലോ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഒട്ടുമില്ലാത്ത അവൾക്കല്ലേ, ആ നയനക്കല്ലേന്ന് ചോദിക്കും. അത് ശരിയാ, പക്ഷെ എങ്കിൽ ഇപ്പൊ കണ്ടില്ലേ അവള് പോയി സുഖിച്ച് കിടക്കുന്ന കണ്ടില്ല. എന്റെ മോന് ശയനപ്രദക്ഷിണം ഒക്കെ നടത്തുന്ന സമയത്ത് പോലും അവൾ അവളുടെ വീട്ടിൽ പോയി സുഖിച്ച് ജീവിക്കുമെന്ന് പറയണം. ദേവേന് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു വീട്ടിലേക്ക് വരണ്ടെന്ന്. കാരണം ആദർശ് മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം മാത്രം വന്നാൽ മതിയെന്ന്. ഇത് കേട്ടപ്പം ജലജ പറഞ്ഞു, അതിനുശേഷം അവള് വരത്തില്ലേ, അപ്പൊ എന്ത് ചെയ്യും? അവള് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക ജലജ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മനസ്സിലേക്ക് ഇതിനായിട്ടൊരു ഐഡിയ വന്നിട്ടില്ലെന്ന് പറയാ. അതൊക്കെ ശരിയാകും എടുത്തി. അവൾ ഒരു കാരണവശാലും ആ വീട്ടിലേക്ക് മടങ്ങി വരില്ലേ, എങ്കിൽ മാത്രമേ ആ കുടുംബം ഗുണം പിടിക്കുള്ളൂ. നമുക്ക് അവിടെ ജീവിക്കണമെങ്കിൽ, സ്വസ്ഥത സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ആ നയനെന്ന് പറയുന്നോളും നവ്യെന്ന് പറയുന്നോളും വീടിന്റെ പടി ഇറങ്ങണമെന്ന് പറയാം. അത് ശരിയാന്ന് പറയാ. ഇല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് ഏടത്തിക്ക് ഇഷ്ടപ്പെട്ട മരുമോളുണ്ടല്ലോ അനാമിക മോളെ
പുകച്ച് പുറത്തിയടിക്കാൻ അവൾമാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ നയനെ നവ്യ ആരാന്നറിയാലോ, രണ്ടുപേരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ആ വീടെടുത്ത് തിരിച്ചു വെക്കുമെന്ന് പറയാം. എനിക്കറിയാം, ഞാനിവിടെ നാദി വഴി എഴുന്നേക്കണം, എഴുന്നേറ്റാൽ മാത്രം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. ജലജ പറഞ്ഞു, അത് ശരിയാ, ഏടത്തി പെട്ടെന്ന് റിക്കവർ ആയിട്ട് വരണം വീട്ടിലേക്ക്, എങ്കിൽ മാത്രം നമുക്ക് പല പ്ലാനുകളും പദ്ധതികളും നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്ന് ജലജയം പറയുക. ഈ സമയം ആദർശ് നയനയുടെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് നയനയെ പതുക്കെ കയ്യെ പിടിച്ചിങ്ങനെ നടത്തിക്കുന്നുണ്ട്. ആദർശ് പറഞ്ഞു, അതെ അമ്മയ്ക്ക് ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് പറയാണ്. ആഹാ, അത് കൊള്ളാലോ, ഇനിയിപ്പം അമ്മയുടെ അടുത്ത് നിന്റെ അടുത്തായിട്ട് മാറി മാറി നിൽക്കണം എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാ, ആദർശേട്ടൻ അമ്മയുടെ അടുത്ത് നിന്നു, എന്നെ ഇവിടെ നോക്കാൻ ഇത്രയും പേരുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് നിന്നെ നോക്കണ്ടേ, എനിക്ക് നിന്നെ ഇപ്പോൾ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. നായന വെച്ച് സത്യമായിട്ടാണോ നിൽക്കുക? അതെ, സത്യമായിട്ടുള്ള കാര്യമാണ്. എത്രയും പെട്ടെന്ന് എന്റെ അസുഖം കുറഞ്ഞ് നീ വീട്ടിലേക്ക് തിരികെ വന്നാൽ മതി എന്നൊരു ചിന്ത മാത്രം എന്റെ മനസ്സിലുള്ളെന്ന് പറയാം. അത് പിന്നെ വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അറിയാലോ, ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും സംശയം തോന്നും. അതുകൊണ്ട് എനിക്ക് വരാനായിട്ടൊന്നും പറ്റില്ലെന്ന് പറയാം. സാരമില്ല, നീ നേരെ നടക്കാൻ തുടങ്ങിയിട്ടൊക്കെ വന്നാൽ മതി എന്ന് പറയാം. ആ സമയത്താണ് ഗോവിന്ദനും കനകയും ആ കാഴ്ച കാണുന്നത്. കനക ഗോവിന്ദനോട് പറഞ്ഞു, നോക്കൂ ഗോവിന്ദേട്ടാ, നമ്മൾ എത്ര കാണാൻ ആഗ്രഹിച്ചിരുന്ന കാഴ്ച അതല്ലെന്ന് ചോദിക്കുക. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, ഇനി ഒരു കാരണവശാലും അവർ തമ്മിൽ പിരിയത്തില്ല. ആദർശമോൻ അത്ര ഇഷ്ടമുണ്ട് നമ്മുടെ നയനമോളോട്, പക്ഷെ നവ്യയുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് തെറ്റ് പറ്റിയെന്ന് പറയാം. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജീവിതം അവരായിട്ട് തെരഞ്ഞെടുത്തല്ലേ. ഇനി ഒരു പക്ഷേങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അബിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് കുഴപ്പമില്ലെന്ന് പറയാം. അങ്ങനെ മാറ്റം ഉണ്ടാവുമോ എനിക്ക് തോന്നുന്നില്ല എന്ന് കനകയും പറയുവാണ്. ഈ സമയം നയന ആദർശനോട് പറഞ്ഞു, അതെ അത് പെട്ടെന്നൊന്നും ഇനിയിപ്പോൾ അമ്മയോട് പറയണ്ട, ഞാൻ ആ കരള് കൊടുത്തെന്നുള്ള കാര്യം അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. ആദർശം പറഞ്ഞു, ഞാനായിട്ട് പറയാൻ പോകുന്നില്ല, പക്ഷെ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഉത്തരവാദി ഞാനല്ലെന്ന് പറയണം. അതെ, ആദർശാനം പറയാതിരുന്നാൽ മതി, ബാക്കി ആരും പറയുന്നത് എനിക്ക് തോന്നില്ല. ഇത് കേട്ടോ ആദർശം പറഞ്ഞു, ഓഹോ, അപ്പം നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാത്തതിന്റെ അല്ല, ചിലപ്പം അമ്മ എന്തേലും പറഞ്ഞ് ദേഷ്യം വന്നു കഴിയുമ്പോൾ ആദർശാനം എന്തേലും വിളിച്ചു പറഞ്ഞാലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയും. ഞാനൊന്നും പറയാനായിട്ടൊന്നും പോകുന്നില്ല. നയന പറഞ്ഞു, അതുകൊണ്ടല്ല, അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തുകൂടാ. അമ്മയും പുറമെ കാണിക്കുന്ന പോലെ ഒന്നുമില്ല, ആള് പാവാണ്, എന്നോട് മാത്രമേ ദേഷ്യമുള്ളൂ, ബാക്കി കുടുംബത്തില് ബാക്കി എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നത്. അമ്മയുടെ സ്വഭാവം നല്ലതെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശം, അത് ശരിയാ, ആ കാര്യമൊക്കെ ശരിയാന്ന് പറയാം, അത് ഞാൻ അംഗീകരിച്ചു തന്നിരിക്കുന്നു. പക്ഷെ സ്വന്തം മരുമോളെ അംഗീകരിക്കേണ്ട കടമ അമ്മയ്ക്കില്ലേ? അമ്മയ്ക്ക് എത്ര നാളിങ്ങനെ ഒഴിഞ്ഞു മാറി ജീവിക്കാനായിട്ട് പറ്റും, ഇങ്ങനെ നടക്കാൻ പറ്റുമെന്നൊക്കെ പറയാണ്. ആ സമയം ശയന പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു വന്ന ദേഹം മൊത്തം വേദനയായിട്ട് അബി ഇങ്ങനെ സെറ്റിലിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അനാമിക വന്നിട്ട് ചോദിച്ചു, വേദനയുണ്ടോ അബിയേട്ടാന്ന് ചോദിക്കുക. അതെ, ഇങ്ങനെയൊന്നും ശീലമില്ല, അപ്പൊ അതിൻ്റെതായ വേദനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയണം. ആണോ? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ബാക്കി ദിവസം കൂടെ നോയമ്പെടുക്കണ്ടേന്ന് ചോദിക്കും. നോയമ്പെടുക്കണം, 10-15 ദിവസം കൂടെ ഉണ്ട്. ഓ, അത്രയും ദിവസം കൂടെ നോയമ്പെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചു, അതെന്താടാ നിനക്ക് നോയമ്പെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തെ? അതിന് കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അല്ല, അത് പിന്നെ മുത്തശ്ശൻ ഞാൻ മാത്രമല്ലല്ലോ, അമ്മാമാരും വേറെ എല്ലാവരും നോയമ്പെടുക്കണമല്ലോ, അത് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞെന്ന് പറയാ. അതെ, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, പറഞ്ഞ കേട്ടല്ലോ, മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ വരണ്ട. അതുകൊണ്ട് നീ നിനക്ക് ശയനപ്രദക്ഷിണം നടത്താൻ പറ്റുമെങ്കിൽ മാത്രം നടത്തിയാൽ മതി. പിന്നെ നിന്റെ സ്വഭാവം വെച്ച് നീ ആഴ്ചയിൽ ഒരു ദിവസം ശയനപ്രദക്ഷിണം നടത്തണ്ട. അങ്ങനെയാണെങ്കിൽ മാത്രമേ നീ നേരെയാവുള്ളൂ. അത്രമാത്രം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നീ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയാം. പെട്ടെന്ന് അബിക്ക് ദേഷ്യം വന്നു, പക്ഷെ എന്തേലും പറയാൻ പറ്റുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമിക അബിനെ ഒന്ന് നോക്കുകയാണ്. അബി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് കയറിപ്പോയി. അപ്പോഴേക്കുമാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യനെ അനാമികനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, അതെ നാളെ ദേവയാനിയുടെ പക്കപ്പറന്നാളാ, അപ്പൊ എല്ലാരും ഒരു നേരം എടുക്കണമെന്ന് പറയണം. ഈ സമയം അബി അങ്ങോട്ട് പോയ അബി അങ്ങോട്ട് തിരിച്ചിറങ്ങി വരുവാണ്. അപ്പൊ അബിയോടും കൂടെ മുത്തശ്ശൻ പറയാ, കേട്ടല്ലോ ഞാൻ പറഞ്ഞത് എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ നവ്യ ചോദിച്ചു, അബി നീ ഒരു നേരം എടുക്കുമെന്ന് ചോദിക്കുക. അതെന്താ, എനിക്ക് എടുത്താൽ എന്താ കുഴപ്പം? അല്ല, ഇതുവരെ നീ അങ്ങനെയൊന്നും എടുത്ത് കണ്ടിട്ടില്ലെന്ന് പറയാ. അതെ, എനിക്ക് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, വെല്ലുമിക്ക് വേണ്ടല്ലേ, വെല്ലുമിക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാൻ ഞാൻ സന്നദ്ധനാന്ന് പറയാണ്. അതുകൊണ്ടല്ലേ ഞാൻ ശയനപ്രദക്ഷിണമൊക്കെ നടത്തിയെന്ന് പറയാം. ഇത് കേട്ടതും നബി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെങ്കിൽ എടുക്കുമെന്ന് ഉറച്ച് വിശ്വാസം ഉണ്ടെ മാത്രം എടുക്കാനായിട്ട് നിൽക്കാവളെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, ഒരു നേരം വന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി നല്ല രീതിയിൽ ഫുഡ് തട്ടിയിട്ട് വന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് പറയാണ്. പിന്നീട് അനാമികയോട് മുത്തശ്ശി ചോദിച്ചു, മോൾക്ക് പറ്റില്ലെന്ന് ചോദിക്കുക. ഞാൻ ചെയ്യാം മുത്തശ്ശി എന്ന് പറയാം. ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാന്ന് പറയാവുള്ളൂ പറയാ. ഇത് കേട്ടപ്പം നബി പറഞ്ഞു, അവളിങ്ങനെ പറയുന്നുള്ളൂ, നിനക്ക് പറ്റുമെങ്കിൽ മാത്രം നീ എടുത്താൽ മതി അനാമിക എന്ന് പറയാ. ഇത് കേട്ടത് അനാമികയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓ, നീ എന്താ പറഞ്ഞേ? നിനക്കല്ലേലും ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ, നീ ഇങ്ങനെയൊക്കെ എന്നോട് പറയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നീ എന്നൊക്കെ വിളിച്ചോണ്ട് സംസാരിക്കുക. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോന്ന് ചോദിക്കുക.
അനാമിക ഞെട്ടിപ്പോയി. എന്താ നീ പറഞ്ഞേ? നീന്നോ? നിന്റെ എത്ര വയസ്സിന് പ്രായത്തിൽ മൂത്ത അവളെ? ഏട്ടൻ അത് ചേച്ചിയുടെ സ്ഥാനം കൊടുക്കണ്ടല്ലേ? എന്നിട്ട് നീ എന്താ പറഞ്ഞേ? നീ എന്നുള്ള ഈ വർത്താനമൊക്കെ ഉണ്ടല്ലോ, ഈ മേലാ പറഞ്ഞു പോയത്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മേനും പറയിപ്പിക്കുന്നത്. നമ്മൾ കുടുംബത്തിൽ എന്താണോ പഠിച്ചു വന്നത് അതാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടും കാണിക്കണേ. ഇനി എന്റെ കൺമുന്നിൽ ഇങ്ങനെ ഒരു സംസാരം കേൾക്കില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് അനാമിക പറഞ്ഞു, സോറി മുത്തശ്ശാന്ന് പറയണ. അതെ, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞത് കേട്ടല്ലോ, സ്വയമേ ഒരു കുറ്റബോധം തോന്നണം, താൻ ചെയ്ത് ശരിയായില്ലെന്ന്. അതാ വേണ്ടത്, അല്ലാതെ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാം. അനാമികയുടെ നാവിറങ്ങിപ്പോയി. പിന്നീട് നബി പറഞ്ഞു, ഞാനും എടുക്കാം മുത്തശ്ശി എന്ന് പറയണം. ഇത് കേട്ടത് മുത്തശ്ശനും പറഞ്ഞു, അതെ വേണ്ട, മോൾ എടുക്കണ്ട, മോള് ഗർഭിണിയല്ലേ, മോള് ഒരു നേരം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാകത്തില്ല. ഈ സമയത്ത് മോൾ ഒരു നേരം ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അത് ബാധിക്കും. അതുകൊണ്ട് മോൾ എടുക്കണ്ടെന്ന് പറയണം. അതോടെ കേട്ടിഞ്ഞപ്പോൾ അനാമികയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, അനാമിക മോളെ, മോൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ വേണേ കഴിക്കാട്ടോ എന്ന് പറയണം. ഒരു നേരം ആന്ന് ഓർത്തോണ്ട്. വേണ്ട മുത്തശ്ശി, ഞാൻ അല്ലാതെ തന്നെ ഒരു നേരം എടുത്തോളാന്ന് പറയാണ്. എനിക്ക് ഫുഡ് കഴിക്കണമെന്നൊരു നിർബന്ധം ഇരുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടതും ഒരു കാര്യം നബിക്ക് മനസ്സിലായി, ഇവൾ ഒരു നേരം ഒന്നും എടുക്കാൻ പോകുന്നില്ല, എല്ലാവരും മുന്നിൽ വെച്ച് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നീട് മുത്തശ്ശനും അബിയൊക്കെ അങ്ങോട്ട് പോവാണ്. മുത്തശ്ശിയൊക്കെ മാത്രമേ ഈ സമയം നബി പറഞ്ഞു, മുത്തശ്ശി ഇവൾ ഇതല്ല ഇതിലപ്പുറം പറയും. മുത്തശ്ശന് മുന്നിൽ വെച്ച് പറഞ്ഞു കേട്ടോ, പാവം മുത്തശ്ശന് നല്ല വിഷമമായെന്ന് തോന്നിയെന്ന് പറയാ. ഇത് കേട്ടത് അനാമിക പറഞ്ഞു, ദേ ഇവർ ഒറ്റ ഒരുത്തി കാരണം ഞാൻ ഈ ചീത്തയെല്ലാം കേൾക്കണമെന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, മുത്തശ്ശന്റെ നേർക്ക് നേർ നിന്ന് ആരും ഇതുവരെയായിട്ട് സംസാരിച്ചിട്ടില്ല. പറഞ്ഞു കേട്ടല്ലോ, ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ. അദ്ദേഹത്തിന് ഇതൊരു പ്രായമായെന്ന് കരുതിയിട്ട് ഒരു മൂലക്കിലേക്ക് ചുരുട്ടിയിടാൻ ആരും പ്രതീക്ഷിക്കേണ്ട. എല്ലാവർക്കും കൂടെ മാന്യമര്യാദയോടെ ജീവിച്ചാൽ കൊള്ളാം എന്നും മുത്തശ്ശി അനാമികയ്ക്ക് താക്കീത് കൊടുക്കണം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി അവളെ വലിച്ചു കീറുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.